അസ്സലാമു അലൈക്കും പ്രിയ സഹോദരന്മാരെ, ഞാൻ ഇതുവരെ ഒരു വീഡിയോസ് നിങ്ങൾക്ക് ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ഒരു വീഡിയോസ് പോസ്റ്റ് ചെയ്യാനുള്ള കാരണം, ഞാൻ സൗദി അറേബ്യയിൽ അബഹ എന്ന പ്രദേശത്ത് ഒരു ബക്കാലിൽ ജോലി ചെയ്യുന്നുണ്ട്. ഈ ബക്കാല ജോലി നിങ്ങൾക്ക് അറിയാമല്ലോ, സാധാരണക്കാരൻ ബക്കാല, നമ്മൾ മലയാളികൾ അധികം ബക്കാലുകൾ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വരാനുള്ള കാരണം, ഇന്നലെ സൗദി അറേബ്യയിൽ പല പ്രദേശങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു കാര്യമുണ്ട്. ചെറിയ കാര്യമെന്ന് പറയാൻ പറ്റില്ല, അതൊരു വലിയ കാര്യം തന്നെയാണ്. പാകിസ്ഥാനികൾ പണ്ട് കാലങ്ങളിൽ പാകിസ്ഥാനികൾ കള്ള മൊബൈലും കൊണ്ടുവന്നിട്ട് ഒരുപാട് ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ട്. അത് പലരും ശ്രദ്ധയിൽപ്പെട്ടിട്ടുമുണ്ട്. ഇപ്പോൾ ഞാൻ പറയാൻ അവർ ഒരു പുതിയതരം തട്ടിപ്പായിട്ട് അവർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഈ കാർഡ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. സൗദിയുടെ STCയുടെ കാർഡാണ്. ഈ കാർഡ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് STCയുടെ കാർഡാണ്. നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഇന്നലെ ഒരു ബക്കാലയിൽ, ഞാൻ പണിയെടുക്കുന്ന ഒരു ബക്കാലയിൽ, സൗദിയിൽ ബക്കാലയിൽ ഒരു പാകിസ്ഥാനി വന്നിട്ട് 100 രൂപയുടെ 6 കാർഡ് മേടിച്ചു. 100 റിയാലിൻ്റെ 6 കാർഡ് മേടിച്ചു. 6 കാർഡ് മേടിച്ചിട്ട് 5 സെക്കൻഡുള്ളിൽ തിരിച്ചു വന്നിട്ട് കാർഡ് വേണ്ടാന്ന് പറഞ്ഞ് പൈസ തിരിച്ചു വാങ്ങിയിട്ട് പോയി. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ശ്രദ്ധയപ്പെട്ടില്ല. ഞങ്ങൾ രാത്രി ആ കാർഡ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ കാർഡ് ഡ്യൂപ്ലിക്കേറ്റ് കാർഡ് കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഈ കാർഡ് ഇത് അവർ തരുന്ന ഡ്യൂപ്ലിക്കേറ്റ് കാർഡാണ്. ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ അറിയാം ഡ്യൂപ്ലിക്കേറ്റ് കാർഡാണ്. ഇതിൻ്റെ കളർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഡ്യൂപ്ലിക്കേറ്റ് കാർഡാണ്. ഇതിൻ്റെ ഒറിജിനൽ കാർഡ് ഇതാണ്. സൗദിയുടെ 100 റിയാലിൻ്റെ ഒറിജിനൽ കാർഡ് ഇതാണ്. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ നേരത്തെ കാണിച്ചതും ഈ കാണിച്ചതുമായ കളറും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റും ഒറിജിനൽ തമ്മിൽ തിരിച്ചറിയാനുള്ള വ്യത്യാസം ഇവിടെ STCയുടെ ഇതിൽ ഈ താഴത്തെ എഴുത്ത് നിങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാകും. ഇത് ഒറിജിനൽ കാർഡാണ്. ഇനി വരുന്ന ഈ ഡ്യൂപ്ലിക്കേറ്റ് കാർഡ് നിങ്ങൾ ശ്രദ്ധിച്ചു പോവുക. ഈ ഡ്യൂപ്ലിക്കേറ്റ് കാർഡിൻ്റെ ഭാഗത്ത് എഴുത്തുണ്ടാവില്ല, കളറിൽ വ്യത്യാസം ഉണ്ടാകും. ഇത്തരം തട്ടിപ്പുകൾ ഇനി മുതൽ ആവർത്തിക്കാതിരിക്കാൻ കടകളിൽ പണിയെടുക്കുന്ന എല്ലാ സഹോദരന്മാരും ഈ വീഡിയോ കണ്ടിട്ട് വളരെ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിനോടൊപ്പം ഈ വീഡിയോ കണ്ടിട്ട് എല്ലാ സഹോദരന്മാരും ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് വളരെ താഴ്മയോടെ അപേക്ഷിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഇനിയെന്തിനും ഇത്തരം തട്ടിപ്പുകൾ നടത്താതിരിക്കുക. ഇത്തരം തട്ടിപ്പുകൾ വന്നാൽ ഇവിടുത്തെ നിയമപാലകരുമായി ബന്ധപ്പെട്ട് അത്തരംകാരെ കെണിയിൽപ്പെടുത്തണമെന്നും കൊടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.